അനന്തമായ അവിടുത്തെ കാരുണ്യം ഇസ്രായേൽ ജനം സങ്കീർത്തനങ്ങളിലൂടെ പാടിയതും അവരതിനു വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ചതും അതിൻ്റെ പൂർത്തീകരണമായിട്ട് കരുണാനിധിയായ ഈശോ മനുഷ്യനായി അവതരിച്ച് മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് അതിന് പരിഹാരം ചെയ്ത് അവരെ നീതീകരിച്ചു. ആ നീതിയുടെ വാതിൽ നമുക്കായി തുറന്നു. ആ കരുണയുടെയും നീതിയുടെയും ഈ സങ്കീർത്തനം 118-ാം സങ്കീർത്തനം നമുക്ക് വീണ്ടും പാടിക്കൊണ്ട് ആ കരുണയും നീതിയും നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകുന്നതിന്, പൂർണ്ണമായ അനുഭവമാകുന്നതിന് നമുക്ക് ആത്മാർത്ഥമായി പാടി പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ ആത്മാവെ പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിക്കുകയും അതിനുശേഷം നമുക്ക് ദൈവനീതിയെക്കുറിച്ച് കൂടുതൽ അനുഭവത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യമെന്നേക്കും നിലനിൽക്കുന്നു. 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 അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹരോന്റെ ഭവനം പറയട്ടെ, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിന്റെ ഭക്തന്മാർ പറയട്ടെ. ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എന്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യമെന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യമെന്നേക്കും നിലനിൽക്കുന്നു.
അവരെന്നെ വലയം ചെയ്തു. എല്ലാ വശത്തും നിന്ന് അവരെന്നെ വളഞ്ഞു. കർത്താവിന്റെ നാമത്തിൽ ഞാനവരെ വിച്ഛേദിച്ചു. തേനീച്ച പോലെ അവരെന്നെ പൊതിഞ്ഞു. കടപ്പിൻ പിടിച്ചത് പോലെ അവർ അളിക്കപ്പെട്ടു. കർത്താവിന്റെ നാമത്തിൽ ഞാനവരെ വിച്ഛേദിച്ചു. അവർ തള്ളിക്കയറി ഞാൻ വീഴുമായിരുന്നു. എന്നാൽ കർത്താവിന്റെ സഹായത്തിനെത്തി. കർത്താവിന്റെ ബലവും എന്റെ ഗാനവുമാണ്. അവിടുന്ന് എനിക്ക് രക്ഷ നൽകി. നീതിമാന്മാരുടെ കൂടാരത്തിന്റെ ഘോഷമുയരുന്നു. കർത്താവിന്റെ വലത്തുകൈ കരുത്ത് പ്രകടമാക്കി. കർത്താവിന്റെ വലത്തുകൈ മഹത്വമാർജിച്ചിരിക്കുന്നു. കർത്താവിന്റെ വലത്തുകൈ കരുത്ത് പ്രകടമാക്കി. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നെ മരണത്തിനേൽപ്പിച്ചില്ല. നീതിയോടെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരിക. അവയിലൂടെ പ്രവേശിച്ച് കർത്താവിനോട് നന്ദി പറയട്ടെ. നീതിയുടെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരിക. അവയിലൂടെ പ്രവേശിച്ച് കർത്താവിനോട് നന്ദി പറയട്ടെ. നീതിയുടെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരിക. അവയിലൂടെ പ്രവേശിച്ച് കർത്താവിനോട് നന്ദി പറയട്ടെ. ഇതാണ് കർത്താവിന്റെ കവാടം. നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. ഞാൻ അവിടുത്തേക്കു നന്ദി പറയും. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണിത്. നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വിജയം നൽകണമേ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനേ. ഞങ്ങൾ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും. കർത്താവാണ് ദൈവം, അവിടുന്നാണ് നമുക്ക് പ്രകാശം നൽകിയത്. മരിച്ചില്ലകളെ നീ പ്രദക്ഷിണം തുടങ്ങുവിൻ. അങ്ങാണ് എന്റെ ദൈവം. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. അവിടുന്നാണ് എന്റെ ദൈവം. ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും.
ഉയർത്തിയടിച്ചുകൊണ്ട് അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഒരാൾ പോലും നഷ്ടപ്പെടരുത്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നത് ഒരാൾ പോലും നഷ്ടപ്പെടരുത്. എല്ലാവരും സത്യം അറിയണമെന്നും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ദൈവം തൻ്റെ ഏകപുത്രനെ നമുക്കായിട്ട് ബലിയർപ്പിച്ചു. മനുഷ്യവംശത്തോട് ചെയ്ത വലിയ കരുണ. പൗലോസ്ലീഹ പറയാറുണ്ട്, പാപികളിൽ ഒന്നാമനായ എന്നെ അവിടുത്തെ കരുണയാണ് ഈ കരുണയും നീതിയും പരിശുദ്ധാത്മാവിലൂടെ നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് വിശ്വസിക്കുമ്പോൾ അത് നമ്മളിൽ അത് പ്രാബല്യത്തിൽ വരുന്നു. പ്രാബല്യത്തിൽ വിശ്വസിക്കുക. എന്നിൽ വിശ്വസിക്കുന്നവര് നിത്യജീവനുണ്ട്. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങളെല്ലാവരും എൻ്റെ ശാഖയുമാണ്. ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ എല്ലാവരിലും പാപം നിറഞ്ഞു. അതാണ് ഉത്ഭവപാപം. എന്നാൽ ഒരു മനുഷ്യൻ്റെ കർത്താവ് ഈശോ മിശിഹായുടെ നീതിപൂർവമായ പ്രവൃത്തി എല്ലാവരെയും നീതീകരിച്ചു. നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? എത്ര പേരിത് വിശ്വസിക്കുന്നു? ആ കരം ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവേ, എല്ലാവരെയും നീതീകരിക്കുന്ന നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹരോന്റെ ഭവനം പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിന്റെ ഭക്തന്മാർ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അട്ടപ്പാടി നിവാസികൾ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഭിഷേകാഗ്നി ഗ്രൂപ്പ് പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ലോകം മുഴുവൻ പറയട്ടെ. അവിടുത്തെ കാരുണ്യം
സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. ആ ഒരു മനുഷ്യന്റെ നീതിപൂർവമായ പ്രവർത്തനങ്ങളിലേക്ക് റോമാക്കാർക്ക് ഇത് ലേഖനം 5-ാം അധ്യായത്തിലാണ്. ഒരു മനുഷ്യൻ്റെ 5:18 അങ്ങനെ ഒരു മനുഷ്യന്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യന്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. ഒന്ന് കരമുയർത്തി ശബ്ദമുയർത്തി ഈ സത്യം ഒന്ന് ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുക. അത് നമ്മുടെ ആത്മാവിൽ അങ്ങ് സിങ്ക് ആകട്ടെ, നമ്മുടെ ആത്മാവിൽ ലയിക്കട്ടെ. റോമർ അധ്യായം 5:18. അങ്ങനെ ഒരു മനുഷ്യന്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യന്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. Praise the Lord. Praise the Lord. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക. അപ്പോൾ മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മറ്റുള്ളവ എന്ന് മനസ്സിലാക്കേണ്ടത് ദൈവിക രഹസ്യങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങൾ. സുവിശേഷം വചനങ്ങളുടെ തന്നെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത് ദൈവനീതി മനസ്സിലായി കഴിയുമ്പോഴാണ്. ഈ ദൈവനീതി പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മുടെ ആത്മാവിലേക്ക് പകർത്തപ്പെട്ടിരിക്കുന്നത്. നീതീകരണത്തിൻ്റെ കൃപാവരം ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത്, നീതീകരിക്കപ്പെടുന്നത്. അത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലമല്ല. എഫേസോസ് 2:8 2:8-9 വായിക്കാം. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. അത് പ്രവൃത്തികളുടെ ഫലമല്ല, അത് ആരുടെയും പ്രവൃത്തിയുടെ ഫലമല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഒന്നുകൊണ്ട് വായിച്ചേ.
വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 3, 4, 5 വചനങ്ങൾ വായിക്കാം. വിശുദ്ധ ലിഖിതം പറയുന്നത് എന്താണ്? അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. ജോലി ചെയ്യുന്നവൻ്റെ കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല, അവകാശമായിട്ടാണ്. പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവൻ്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവേ, ഈ വചനത്തിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട് വിശുദ്ധ ലിഖിതം പറയുന്നത് എന്താണ്? അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. ജോലി ചെയ്യുന്നവൻ്റെ കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല, അവകാശമായിട്ടാണ്. പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവൻ്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. അബ്രാഹത്തിന് വിശ്വാസം ലഭിച്ചത് ദാനമായിട്ടാണ്, അവൻ്റെ പ്രവൃത്തിയുടെ ഫലമല്ല. ജോലി ചെയ്യുന്നവന് കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല, അവകാശമായിട്ടാണ്. എന്നാൽ അബ്രാഹത്തിന് ദൈവം എല്ലാം ദാനമായിട്ട് നൽകി. അത് അബ്രാഹത്തിന് വേണ്ടി മാത്രമല്ല, യേശുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. ഈ ബോധ്യത്തോടെ ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നുള്ള ഗാനം നമ്മൾ ആലപിച്ചുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ രക്ഷാകര പ്രവൃത്തികളെല്ലാം പ്രവർത്തിച്ച് നമ്മെ നീതീകരിക്കുന്നതിനായിട്ട് നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. നമ്മെ നീതീകരിക്കുന്നതിനായിട്ട്. എങ്കിലും അത് വലിയ രഹസ്യമാണ്. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണിത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. ആ വിസ്മയാവഹമായ അനന്തവും അഗ്രാഹ്യവുമായ ആ ദൈവനീതി നമ്മുടെ ആത്മാവിൽ തുറന്ന് കിട്ടുന്നതിനും നമ്മളിൽ പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവേ പരിശുദ്ധാത്മാവേ, എല്ലാവരും ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ ദൈവനീതി എന്നിൽ വെളിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ ദൈവനീതി വെളിപ്പെടുത്തണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറ
ദാഹത്തോടെ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ. ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ. ദൈവജനം ദൈവമനം ദൈവത്തിൻ നോമനക്കുട്ടൻ അതിരം തുറന്ന് ശബ്ദമുയർത്തി നാം ദൈവത്തിനോമനക്കുട്ടൻ ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവസുതനായി മാറി. 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 പിതാവിനോടുകൂടെ പുത്രനോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. പിതാവിനോട് കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് കൂടെ സ്വർഗ്ഗരാജ്യം എന്നിൽ തന്നെ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. ദാഹത്തോടെ ദൈവിക വെളിപ്പെടാളുകൾക്കായി ദാഹിച്ചുകൊണ്ട് ദൈവനീതി ഞങ്ങളിൽ തുറക്കണമേ, ദൈവനീതി ഞങ്ങളിൽ തുറക്കണമേ. ഒരു മനുഷ്യന്റെ പാപം മൂലം എല്ലാവരും പാപത്തിൽ വന്നുവെങ്കിൽ ഒരു മനുഷ്യൻ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യന്റെ നീതിപൂർവമായ പ്രവൃത്തി എല്ലാവരെയും നീതീകരിച്ചിരിക്കുന്നു. ആ നീതി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഹല്ലബാ 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 പരിശുദ്ധാത്മാവേ ലബിയലഹ ലബിയലഹ. ആത്മാവിൽ നിറഞ്ഞപ്പോ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ ദൈവാത്മാവിൽ നിറഞ്ഞപ്പോൾ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ ദൈവാത്മാവെന്റെ ആത്മാവിൽ ലയിച്ചു. ആപിതാവെന്നു ഞാൻ വിളിച്ചു. ദൈവാത്മാവിന്റെ ആത്മാവിലേക്ക് ആബപിതാവെന്നു ഞാൻ വിളിച്ചു. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ.
ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നാത്മാവിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ വിശ്വാസം നൽകണമേ. 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 എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. ജ്ഞാനം നൽകണമേ. 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 ഹല്ലേലൂയ 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 പരിശുദ്ധാത്മാവേ ജ്ഞാനം നിറയട്ടെ. ജ്ഞാനം കൃപയാലെ ഞങ്ങളെ നിറയ്ക്കണമേ. കൃപ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വാസം ഞങ്ങൾ നിറയട്ടെ. വിശ്വാസം ഞങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ 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 പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ ലയിച്ച് ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും വെളിപ്പെടുത്തി തരുന്നു. ഓ പരിശുദ്ധാത്മാവേ, ദൈവനീതിയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഓ ഈശോയെ, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി അങ്ങിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 1:30 നമ്മൾ കേട്ടു. യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. ഇത് നടക്കാൻ പോകുന്ന സംഭവമല്ല, ഇത്
സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ ഞാൻ ആൽഫായും ഒമേഗായുമാണ്, എല്ലാം സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ സംഭവിച്ച് കഴിഞ്ഞ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ നീതി നമ്മൾ മനസ്സിലാക്കണം. ജ്ഞാനം, നീതി, വിശുദ്ധീകരണം, പരിത്രാണം. ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കട്ടെ. എഫേസോസുകാർക്ക് ഇത് ലേഖനം 1:17-18 നിന്നുകൊണ്ട് തന്നെ നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഈശോയെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ്, ദൈവപിതാവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ്. ദൈവം നീതിമാനാണ്. അവനിൽ വിശ്വസിക്കുന്നവരെല്ലാവരും നീതീകരിക്കപ്പെടുന്നതിന് അവൻ നമുക്ക് വേണ്ടി നീതിയായി മാറി. നമുക്കിരിക്കാം. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അങ്ങിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. ഈശോയെ, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ പ്രൈസ് ദി ലോർഡ്. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ചിൽ നിന്നും ദൈവത്തിൻ്റെ നീതീകരണത്തെക്കുറിച്ചുള്ള പ്രബോധനം വായിക്കാൻ പോവുകയാണ്. വളരെ ശ്രദ്ധിക്കണം. നോട്ട് എഴുതുന്നവർ എഴുതിയെടുക്കണം. ഓരോ വാക്കുകൾക്കും പിന്നിൽ ഒരാശയ പ്രപഞ്ചം തന്നെ ഉണ്ട്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ഇതിനു വേണ്ടിയാണ് ഇത്രയും നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്. മാനുഷിക ജ്ഞാനത്തിലൂടെ ഒട്ടും ചിന്തിക്കരുത്. ദൈവിക ജ്ഞാനത്തിലൂടെ നമ്മൾ സമീപിക്കണം. 1987 ഖണ്ഡിക 1987. പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് നമ്മെ നീതിമൽക്കരിക്കാൻ, അതായത് നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാനും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയും മാമോദീസയിലൂടെയും ദൈവത്തിൻ്റെ നീതി നമ്മിലേക്ക് പ്രസരിപ്പിക്കാനും കഴിയും. ഒരിക്കൽ കൂടി വായിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് നമ്മെ നീതിമൽക്കരിക്കാൻ, അതായത് നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാനും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയും മാമോദീസയിലൂടെയും ദൈവത്തിന്റെ നീതി നമ്മിലേക്ക് പ്രസരിപ്പിക്കാനും കഴിയും. റോമാക്കാർക്ക് ഇത് ലേഖനം 3:22 ഒന്ന് വായിക്കാം. 3:22 റോമർ 3:22 പറയുന്നത്, ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്.
എല്ലാവരും ഒന്നേറ്റ് പറയാം. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. 3:20 മനസ്സിലാക്കുന്നതാണ്. 3:20 മുതൽ നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നുവെന്നേയുള്ളൂ. നിയമവും 10 കൽപ്പനകളും അതിൻ്റെ ഉപകൽപ്പനകളായിട്ട് ഫരിസേയരും നിയമജ്ഞരും 800-ലധികം കൽപ്പനകളാക്കി മാറ്റി. എന്നാൽ ഇതെല്ലാം കർക്കശമായി അനുഷ്ഠിക്കുന്നതാണ് നീതി എന്ന് ഫരിസേയർ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ ചെയ്യാത്തവരെ കല്ലെറിഞ്ഞു പോലും കൊല്ലാൻ അവർ പരിശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നു. എന്നാൽ അതല്ല ദൈവനീതി. സാധാരണ നമ്മൾ നീതി എന്ന് പറയുമ്പോൾ നമുക്ക് ഉടനെ വരുന്നത് നമ്മുടെ നാട്ടിൽ നടപ്പ് നീതിന്യായ കോടതി, ലോ കോളേജ്. ഈ നമ്മുടെ നീതിന്യായ കോടതിയിലോ അല്ലെങ്കിൽ രാജ്യത്തിലോ ഉള്ള നീതി അല്ല ദൈവനീതി. നേരെ വിപരീതമാണ്. നമ്മൾ പറയും തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം. ഒരു ഉദാഹരണം വരികയാണ്. ഇപ്പം നമ്മളിവിടെ അധികം പേരും കുടുംബസ്ഥരാണ്. ഒരുപാട് പേര് കന്യാസ്ത്രീകളുമുണ്ട്. കന്യാസ്ത്രീകൾ വിചാരിക്കുക അവരുടെ ഒരു സഹോദരൻ ഒരു വലിയ കുറ്റം ചെയ്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. അവനെന്ത് ചെയ്യണം? അവനെ ശിക്ഷിക്കണോ അതോ വെറുതെ വിട്ടുവിടണോ? അവനെ ശിക്ഷിക്കണോ? അവൻ വലിയ തെറ്റാ ചെയ്തേ. എന്താ കന്യാസ്ത്രീമാരൊന്ന് പറഞ്ഞേ, എന്താ നിങ്ങൾ ആഗ്രഹിക്കണേ? അവൻ തെറ്റ് ചെയ്തുകൊണ്ട് അവനെ ശിക്ഷിക്കണ്ടേ? കന്യാസ്ത്രീമാരോട് മാത്രമുള്ള ചോദ്യമാണ്. തെറ്റ് ചെയ്ത അവനെ ശിക്ഷിക്കണം എന്ന്, അല്ലെങ്കിൽ വെറുതെ വിടണം എന്ന് പറയണവരൊന്ന് കൈവക്കാമോ? ശിക്ഷിക്കണം എന്നാണോ പറയുന്നത്? ശിക്ഷിക്കണമെന്ന് പറയുന്നവർ കൈവക്കിയേ. ശിക്ഷിക്കണം അല്ലേ? വെറുതെ വിടണോ? വെറുതെ വിടണ്ട. പിന്നെ രണ്ടിനും മധ്യത്തിൽ. ഇവിടെ എന്താ പറയണേ? നമ്മുടെ ചേട്ടന്മാർ, നിങ്ങളുടെ മകൻ വലിയ തെറ്റ് ചെയ്തു, പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു, അവനെന്ത് ചെയ്യണം? അവനെ ശിക്ഷിക്കണം എന്ന് അഭിപ്രായമുള്ളവർ കൈപൊക്കിയേ. അവനെ ശിക്ഷിക്കണമെന്ന് അഭിപ്രായമുള്ളവർ, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കണമെന്ന് അഭിപ്രായമുള്ളവരൊന്ന് കൈപൊക്കിയേ, കൈവീശി കാണിച്ചേ. ഉണ്ടോ? ഈ ഭാഗത്ത് ആരുമില്ലല്ലോ. ഓക്കെ. ഇവിടെ അമ്മച്ചിമാരെന്താ പറയണത്? അമ്മമാർ, നിങ്ങളുടെ മകൻ വലിയ തെറ്റ് ചെയ്തു, അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു, അവനെ തെറ്റ് ചെയ്തത് കൊണ്ട് അവനെ ശിക്ഷിക്കണ്ടേ? ശിക്ഷിക്കണം എന്ന അഭിപ്രായമുള്ളവരൊന്ന് കൈപൊക്കിയേ. അമ്മമാരെന്ന് പറഞ്ഞാൽ വീട്ടമ്മമാർ കൈവീശി കാണിച്ച്. ഓക്കെ. അപ്പോൾ ഇതാണ് മനുഷ്യനീതി. മനുഷ്യൻ്റെ നീതി ഇതാണ്. തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കണം. ഇനി ശരിക്കും ഒന്ന് സംഭവിച്ചെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മുടെ മോനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്ന വിവരം കേൾക്കുമ്പോൾ തന്നെ ഈ അമ്മ ഇങ്ങോട്ട് നോക്കിയേ. ഈ നിങ്ങളുടെ മോനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് കേട്ടൊരു ഫോൺ വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അയ്യോ, എന്നെ മോനെ കൊണ്ടുപോയോ എന്ന് പറഞ്ഞ് കരയോ ഇല്ലയോ? കരയോ? ചിലപ്പോൾ ബോധം കെട്ട് വീഴും. എൻ്റെ ഭാര്യയാണെങ്കിൽ അപ്പോൾ തന്നെ ബോധം കെട്ട് വീഴും. ഇനി വേറെ ആരെങ്കിലും കൊണ്ടുവരണം അവളെ എടുപ്പിക്കാൻ. ചേട്ടന്മാർ പറയും, ഞാൻ അവനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്,
2 ദിവസം അവിടെ കിടക്കട്ടെ. അപ്പൊ ഭാര്യ പറയാണ്, അയ്യോ അങ്ങനെ പറയില്ലേ, എന്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ, നിങ്ങളൊന്ന് പോലീസ് സ്റ്റേഷനിൽ പോ. അവൻ വലിയ തെറ്റാ ചെയ്തത്. നിനക്കറിയാം അവൻ എന്താ ചെയ്തെന്ന്? എന്റെ മോനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുവരണം, നിങ്ങളൊന്ന് പോ മനുഷ്യ. പോയി നോക്കട്ടെ. അവിടെ ചെന്നപ്പോ ഇതിനേക്കാളും വലിയൊരു കൊമ്പം മീശ അവിടെ ഇരിക്കുകയാണ്. എന്താ വേണ്ടേ? അതെ യജമാനെ, എൻ്റെ മകനാണ്. ആഹാ, ഇവൻ നിങ്ങളുടെ മകനാണല്ലേ, നമുക്കറിയോ അവൻ എന്താ ചെയ്തേന്നു. സാറേ ക്ഷമിക്കണം. ഇന്ന നിയമമനുസരിച്ച് അവന് ഇത്രയ്ക്ക് ശിക്ഷ കിട്ടേണ്ടതാണ്. അത്രയ്ക്ക് വലിയ തെറ്റാ ചെയ്ത്. സാറേ എന്തെങ്കിലും ഒരു വഴി, എൻ്റെ മകനാണവൻ, എൻ്റെ ഭാര്യ അവിടെ ബോധം കെട്ട് കിടക്കുകയാണ്, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവോ? സാറേ എന്തെങ്കിലും ഒരു വഴി. ഇൻസ്പെക്ടർ സാർ അവിടെ ഉണ്ട്, അങ്ങേരോട്ട് പോയി ഒന്ന് സംസാരിക്കും. ഇൻസ്പെക്ടറെ, സാറേ എന്തെങ്കിലും ഒരു വഴി, എൻ്റെ മകനാണ്, അവൻ അങ്ങ് തെറ്റ് ചെയ്തു പോയി, ഞാൻ അവൻ്റെ അപ്പനാണ്, അവൻ ചെയ്ത തെറ്റിന് പരിഹാരം ഞാൻ ചെയ്യാം. ഒരു വഴിയുണ്ട്. ₹2,00,000 മോചനദ്രവ്യം അടയ്ക്കാമെങ്കിൽ അവനെ വിട്ടുകിട്ടാം. പ്രൈസ് ദി ലോർഡ്. എന്താണ് ആ വാക്ക് ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ, മോചനദ്രവ്യം. അമ്മയ്ക്ക് ആശ്വാസമായോ? 2,00,000. പക്ഷേ ആശ്വാസമായി. മോചനദ്രവ്യം കൊടുക്കുകയാണെങ്കിൽ അവനെ മോചിപ്പിക്കാം. അങ്ങനെ അപ്പൻ വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു, അവനെ മോചനദ്രവ്യം കൊടുക്കാമെങ്കിൽ അവനെ പുറത്തു കൊണ്ടുവരാം. എൻ്റെ കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എന്ന വേഗം നിങ്ങൾ ചെയ്യും. അതിന് എൻ്റെ അടുത്ത് ₹2,00,000 എവിടെയാണ്? അയ്യോ, അപ്പം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കാശില്ലേ? നിങ്ങൾക്ക് കാറ് മേടിക്കാൻ കാശുണ്ട്, നിങ്ങൾക്ക് അത് ചെയ്യാൻ കാശുണ്ട്, എൻ്റെ മോനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കാശില്ലേ? ഇതാ എൻ്റെ താലിമാലയും വാളയും എല്ലാം കൊണ്ടുപോയിട്ട് വിൽക്ക്. എന്ത് വേണം? താലിമാലയാണോ മോനാണോ വലുതിപ്പോൾ? ഈ സ്വർണം മുഴുവനും വിറ്റു കാശുണ്ടാക്കി. കാരണം എന്നെ സംബന്ധിച്ച് ഇപ്പം ആരാണ് വലുത്? മകനാണ്. അവനെ രക്ഷിക്കുക എന്നുള്ളതാണ്. എൻ്റെ സ്വത്തോ സമ്പത്തോ ഒന്നുമല്ല. അത്രയ്ക്ക് മൂല്യം വില കൊടുത്തു. അത്രയ്ക്ക് എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കാം. 2,00,000 അല്ല, 10,00,000 ചോദിച്ചാലും നമ്മൾ കൊടുക്കും. പുരയിടം വിറ്റാണെങ്കിൽ നമ്മൾ കൊടുക്കും. അവൻ ചെയ്തത് തെറ്റാണ്, ശരിയാണ്, പക്ഷേ അവൻ എൻ്റെ മകനാണ്, അവനെ ഞാൻ രക്ഷിക്കണം. അങ്ങനെ അമ്മയുടെ താലിമാലയെല്ലാം വിറ്റ് കൊണ്ടുവന്ന് കോടതിയിൽ അല്ലെങ്കിൽ ജയിലിൽ അടച്ചു. മകൻ ജയിലിൽ നിന്ന് പുറത്തു വന്ന വഴി അപ്പനെ കണ്ടിട്ട്, എൻ്റെ അപ്പച്ചോ എനിക്ക് തെറ്റ് പറ്റിപ്പോയേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അവൻ കരഞ്ഞ് അനുതാപം. വീട്ടിൽ വന്നപ്പോൾ അമ്മേനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇനി മേലിൽ ഞാൻ ഇങ്ങനെ ഒന്നിന് പോകില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ അപ്പന്മാരെന്താ പറയണേ? നേരത്തെ കൈപൊക്കിയ ആളുകൾ ഇപ്പോൾ കൈപൊക്കാൻ പറഞ്ഞേ,
അവനെ രക്ഷിക്കണോ ശിക്ഷിക്കണോ പറയും? അതോ അവന് മോചനദ്രവ്യം കൊടുത്ത് പുറത്ത് കൊണ്ടുവരണോ? അവന് മോചനദ്രവ്യം കൊടുത്ത് പുറത്ത് കൊണ്ടുവരണമെന്ന് പറയുന്നവരൊന്ന് കൈപൊക്കിയേ. വേണ്ടോ? എല്ലാവരും അമ്മമാർ എന്താ പറയണേ? അവർ കൈപൊക്കി. അപ്പോൾ ഇതാണ് നീതീകരണം. ഇതാണ് കർത്താവ് തൻ്റെ പുത്രനായ യേശുവിലൂടെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്. നമ്മളെല്ലാവരും പാപം ചെയ്ത് ബന്ധനത്തിലായിരുന്നപ്പോൾ, അതാണ് ഈശോ പറഞ്ഞത്, കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാനും അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും. അതായത് പാപം മൂലം പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് അർഹരായിരിക്കുന്നവർക്ക് ആ ശിക്ഷ താൻ ഏറ്റെടുത്തുകൊണ്ട് അവരെ വെറുതെ വിടുന്നു. ഇനി ഒന്നുകൂടി വായിക്കാം. കാറ്റക്കിസം 1987. പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് നമ്മെ നീതിമത്കരിക്കാൻ, അതായത് നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാനും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയും മാമോദീസയിലൂടെയും ദൈവത്തിന്റെ നീതി നമ്മിലേക്ക് പ്രസരിപ്പിക്കാനും കഴിയും. നമ്മൾ റോമ 3:20 വായിച്ചു. 20 ഒന്നുകൂടി വായിക്കാം. അതിൽ നിന്ന് 21-22 നമുക്ക് പോകാം. റോമ 3:20. നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നുവെന്നേയുള്ളൂ. നിയമം എല്ലാവരും പഠിക്കണം, നിയമം അറിയണം. എന്തിനാണ്? പാപത്തെക്കുറിച്ച് അറിയണം. പക്ഷേ ആ പാപത്തെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ട് അവന് സ്വയം അതിൽ നിന്ന് പുറത്തു വരിക സാധ്യമല്ല. കാരണം പാപം വന്നത് ഉത്ഭവപാപത്തിലൂടെയാണ്. തുടർന്ന് വായിക്കാം. നിയമവും പ്രവാചകന്മാരും എല്ലാവരും ഏറ്റുപറഞ്ഞുകൊണ്ട് നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. ഒന്നുകൂടി വായിച്ചേ. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. അതിനു മുമ്പ് 21-ാമത്തെ വചനം, നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഈശോ പറയുന്നതിൻ്റെ അർത്ഥം. ആദ്യം നിങ്ങൾ ആ നീതി അന്വേഷിക്കുക, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം മനസ്സിലാവും. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് അവൻ തെറ്റ് ചെയ്തു, അവന് ശിക്ഷിക്കണം. പക്ഷേ ആ ശിക്ഷ യേശു ഏറ്റെടുത്തുകൊണ്ട്, ഞാൻ ബോംബെയിലൊക്കെ ആയിരുന്നപ്പോൾ ഞങ്ങളുടെ താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു കോമ്പൗണ്ട്, ഒരുപാട് വീടുകളുണ്ട്. പിള്ളേർ വൈകുന്നേരം വന്നാൽ ഫുട്ബോളും എടുത്തിറങ്ങി
ഭയങ്കര കളിയാണ്. എൻ്റെ മോനും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ഫുട്ബോൾ അടിച്ചിട്ട് അയലോക്കത്തെ വീട്ടുകാരൻ്റെ ഗ്ലാസ് പെയിൻറ്റിങ്, മനോഹരമായ പെയിൻറ്റിങ് ഉള്ള വിൻഡോ അടിച്ച് തെറിപ്പിച്ചു, പൊട്ടിപ്പൊളിഞ്ഞു. ഒരു സർദാർജി കൊമ്പം മീശക്കാരൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന്, ഇവനെ ഞാൻ കൊല്ലും, എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയ വഴി എൻ്റെ മോനെ കയറി പിടിച്ചു. ഇവനെ ഞാൻ ശരിയാക്കും. ദൈവാധീനത്തിന് ആ നേരത്ത് ഞാൻ അവിടെ ഓടി വന്നു, അല്ലെങ്കിൽ അവനെ അടിച്ച് തകർത്തേനെ. അയാൾ കിടന്ന് ഒച്ചെടുക്കാൻ തുടങ്ങി. മാലുമേ കോൺ ക്യാക്കിയ, കണ്ടോ ഇവൻ എന്താ ചെയ്തെന്നറിയോ? ഇവൻ ഇത്ര വിലയുള്ള എൻ്റെ വീടിൻ്റെ ഗ്ലാസ് വിൻഡോ അടിച്ച് തകർത്തു. പിള്ളേർ കളിച്ചപ്പോൾ ഫുട്ബോൾ അടിച്ചു പോയതാണ്. പിന്നെ വെറുതെ വിടില്ല. ഞാൻ പറഞ്ഞു, സാറേ അരേ ഭായ് സാബ് वो मेरा बेटा है. സഹോദര, ഇതെൻ്റെ മകനാണ്. എൻ്റെ മകനാണ്, ഇവന് ഞാൻ ശരിയാക്കും, ഞാൻ ക്ഷമിക്കണം. കണ്ടു എന്താ ചെയ്തതെന്ന്? കണ്ടു. അതിനെന്ത് പരിഹാരം വേണമെങ്കിലും ഞാൻ ചെയ്യാം. അവനറിയില്ല. അതിനെന്ത് പരിഹാരം വേണമെങ്കിലും ഞാൻ ചെയ്യാം. 10,000 രൂപ വേണം ഈ ക്ലാസ് മാറ്റാൻ. 10,000-ന് 11,000 ഞാൻ തരാം. എന്നാലും എൻ്റെ മോനെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ശരി, പോയിക്കോളാം. ഇതാണ് പറയുന്നത്. ഹി വാസ് അക്വിറ്റഡ്. അവനെ കേസില്ല, കേസ് തള്ളിക്കളച്ചു. അവൻ്റെ പേരിലിപ്പോൾ കേസില്ല. കാരണം അവൻ്റെ അപ്പൻ അതിന് പരിഹാരം ചെയ്യണം. അതാണ് ദൈവനീതി. We are acquitted from our sins because somebody else took our sin and the punishment. യേശു നമ്മുടെ പാപവും, പാപമില്ലാത്തവൻ പാപം ഏറ്റെടുത്തുകൊണ്ട് പാപമായി മാറി. റോമർ 5:21 2 കൊറിന്ത്യസ് 5:21. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. അതുകൂടി എല്ലാവരും ഏറ്റു പറഞ്ഞേ. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ, പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ. ഈശോയെ വെളിപാട് നൽകണമേ. ഈശോയെ ഒന്നുകൂടി വായിക്കാം. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. 5:19 എന്താണ് നോക്കി? 5:19 2 കൊരിന്ത്യസ് 5:19. അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ